ഹലോ. എനിക്കത് പറ്റുമോ, എന്നെക്കൊണ്ടാവില്ല, സാധിക്കില്ല, അങ്ങനെ പറയുന്നിടത്താണ് നമ്മുടെ പരാജയം. എന്നാൽ എന്നെക്കൊണ്ട് സാധിക്കും, ഞാനത് നേടിയെടുക്കും എന്ന് പറയുന്നിടത്താണ് നമ്മുടെ വിജയവും. അത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പുറകെ കുറേ നടന്നു, അത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം നടന്നിട്ട് കുറേ കഥകളുണ്ട് എൻ്റെ പുറകെ, അതൊന്നും പറയാൻ ഇപ്പോൾ സമയമില്ല. എന്തായാലും 3 പ്രാവശ്യം റിജക്റ്റ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞാൻ തന്നെ പുറകെ നടന്ന് ആ സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങിച്ചെടുത്തു. ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂള്. അപ്പം 3 പ്രാവശ്യം അവർ വിളിക്കുമ്പോഴും എനിക്ക് ടെൻഷനായിരുന്നു. സ്കൂളിൽ നിന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് റിജക്റ്റായി അങ്ങനെയെന്ന് പറയുമ്പോൾ. പക്ഷെ 4ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് കുറേ നടന്നു ഞാൻ ഇതിൻ്റെ പുറകെ. അപ്പോൾ അതിൻ്റെ കുറേ പ്രൊസീജിയറുകളുണ്ട്. അപ്പോൾ അതൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടാതെ എങ്ങനെ എടുക്കുക, ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കുക എന്നൊക്കെ ഉള്ളത്. എന്തായാലും ഇതാണ് കേട്ടോ സർട്ടിഫിക്കറ്റ്. ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എൻ്റെ സ്കൂളിൽ ഭയങ്കര ഹാപ്പിയായിട്ട് വീണ്ടും പോയിട്ടോ. അപ്പം നമുക്ക് സാധിക്കും. അത് മറ്റുള്ളവരുടെ കയ്യിലല്ല, നമ്മുടെ കയ്യിലാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ.